ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പറമ്പിൽ മരത്തിൻ്റെ ചോല വെട്ടുന്നുണ്ട്. നമ്മൾ മീനും മാങ്ങയും കൂടി കറി ഉണ്ടാക്കുന്നുണ്ട്. ഉലുവയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടെ എണ്ണയിൽ മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൺചട്ടിയുടെ ഗുണം കണ്ടോ, അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചാലും അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. ഇത് കപ്പയാണ് വേവാൻ വെച്ചിട്ടുള്ളത്. തോരൻ വെക്കാൻ വേണ്ടി പയർ അരിഞ്ഞു തുടങ്ങിയപ്പോഴാണ് കപ്പളത്തിൻ്റെ മുകളിൽ മരം വീണ് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞ് കപ്പളങ്ങ കൊണ്ടു തന്നത്. അതും അങ്ങ് അരിഞ്ഞു വെച്ചു. അപ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിൽ മരം വെട്ടുന്നവർ വിളിച്ച് പറഞ്ഞാൽ ഇവിടെ മാങ്ങ മഴയാണ്, മാങ്ങ വേണമെങ്കിൽ വന്നോന്ന്. അത് കേട്ടത് നമ്മൾ നമ്മുടെ സ്ഥിരം പാത്രം എടുത്ത് മാങ്ങ വെറുക്കാൻ പോയേ. ഇവിടെ നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ മാങ്ങയൊക്കെ പെറുക്കിയെടുത്തു. ഇത് തോല് എത്താതെ അച്ചാറിടാൻ പാകത്തിനുള്ള മാങ്ങയാണ്, മൂത്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള തോരനൊക്കെ റെഡിയാക്കണം. നമ്മുടെ പയറ് തോരൻ ഉരുളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ കപ്പളങ്ങ തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പയറ് തോരൻ റെഡി ആയിട്ടുണ്ട്. കപ്പളങ്ങ തോരനും ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടൻ ചായ വെച്ചിട്ട് കൊണ്ടു കൊടുക്കണം. ഒരു പാത്രത്തിൽ പഞ്ചസാര ഇട്ടതും ഒന്നിൽ ഇടാത്തതും ഒക്കെ ആയിട്ട് കട്ടൻ ചായ കൊണ്ടു കൊടുത്ത് വന്നു നമ്മൾ. ഇനി മീൻ വറുത്തെടുക്കാവേ. പണിക്കാരുണ്ടെങ്കിൽ പറമ്പിൽ പണിക്കാർക്ക് മാത്രമല്ല നമുക്ക് നല്ല പണിയാണ് കേട്ടോ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി വെള്ളം കൊണ്ടു കൊടുത്ത് ചായ കൊണ്ടു കൊടുത്ത് മാങ്ങ വറുക്കാൻ പോയി. അങ്ങനെ സമയം അങ്ങ് പോയിക്കോളേ. ഉച്ചയായി. ഇനി വേഗം മീനും കൂടി വറുത്തിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ വിളിക്കണം. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം അവർ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന പ്ലാവിൻ്റെ കൊമ്പൊക്കെ വെട്ടിയിടുന്നുണ്ട്. നല്ല അടിപൊളി കുഞ്ഞ് ചക്ക ഉണ്ടാകുന്ന പ്ലാവായിരുന്നു. അതിനെ മുട്ടയടിച്ചു. ഇടിഞ്ചക്ക പാകത്തിൽ ഇഷ്ടംപോലെ ചക്ക വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് മൂത്തിട്ടുണ്ടെങ്കിൽ പൊട്ടി നമ്മുടെ റോഡിലേക്കാണ് വീഴുക.